എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 14 അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 14 മുതൽ അവസാന വാക്യം വരെ. പിന്നെ ഞാൻ വെളുത്തോരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായിരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ടു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്തു നടന്നു. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കിൽ നിന്ന് പുറപ്പെട്ടു. മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കിയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു. ദൈവകോപത്തിൻ്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയൊരു ദിവസം നമുക്ക് വീണ്ടും ദൈവം ദാനമായി നൽകി. 13 വാക്യം ഒരു വലിയ പ്രത്യാശയുടെ ഉറപ്പ് നൽകിക്കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ദൈവ കൽപ്പനയിലുള്ള വിശ്വാസത്തിൽ വായനക്കാരെ കുറച്ചുകൂടെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇവിടെ വിശ്രമം എന്നത് കുഞ്ഞാടിനോടൊത്ത് യുഗായുഗം വാഴുന്ന അനുഗ്രഹമാണ്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി തീരുന്നത്. പുതിയ ഒരു ക്രിസ്തു കേന്ദ്രിത പ്രപഞ്ചക്രമം ഉദയം പ്രാപിക്കുന്നു. ദൈവപുത്രൻ്റെ ന്യായവിധിയിൽ കൂടെ ഉരുത്തിരിയുന്ന ഈ ഒരു പ്രപഞ്ചക്രമം പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ ദർശനം തന്നെയാണ്. കുഞ്ഞാടിനെ പോലെ കൊല്ലപ്പെട്ടവൻ സകല ദേശത്തിന്മേലും ജനത്തിന്മേലും അധികാരം ലഭിച്ചവനായി കാണപ്പെടുന്നു. അവൻ ഒരു പൊൻകിരീടം അണിഞ്ഞിരിക്കുന്നു. അവൻ അർഹതയുള്ള ഭരണാധിപനാണ്. കൊയ്ത്തിൻ്റെ പ്രതീകം അതുപോലെ അവൻ്റെ പക്കൽ മൂർച്ചയുള്ള ഒരു അരിവാളുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചേർക്കാൻ മനുഷ്യപുത്രൻ വരുന്നതായി പുതിയ നിയമത്തിൽ ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ കാണുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായത്തിലും 1 തെസ്സലോനിക്കർ 4 അത് വായിക്കുന്നു. എന്നാൽ കൊയ്ത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അരിവാളിൻ്റെ പ്രതീകം കൂടാതെയാണ്. രക്തസാക്ഷികളെ ആദ്യഫലമായി ചിത്രീകരിച്ചതിലൂടെ വരാനിരിക്കുന്ന കൊയ്ത്തിന് നമ്മെ ഒരുക്കുകയാണ് യോഹന്നാൻ ചെയ്യുന്നത്. ദേവാലയത്തിൽ നിന്നൊരു ദൂതൻ പുറപ്പെട്ടു വരുന്നു. എന്നിട്ട് ഭൂമിയിൽ കൊയ്ത്തിന് സമയമായി എന്ന് മേഘത്തിലിരിക്കുന്ന ദൂതനോട് വിളിച്ചു പറയുന്നു. ഈ കൊയ്ത്തിൻ്റെ സമയം ദൂതൻ സുവിശേഷമായി വിളിച്ചറിയിച്ച ന്യായവിധിയുടെ അവസരം തന്നെയാണ്. കാര്യങ്ങളെല്ലാം ശരിയാക്കിയ ശേഷം ദേശങ്ങളും ഗോത്രങ്ങളും ഭാഷകളും ജനതകളും മൃഗീയ അധികാരത്തിൽ നിന്ന് വേർതിരിച്ച് ദൈവരാജ്യത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞ ശേഷം മാത്രമേ മനുഷ്യപുത്രന് ഭരിക്കാൻ കഴിയുകയുള്ളൂ. ദൈവരാജ്യത്തിൻ്റെ ഫലം പാകമായത് മനുഷ്യ ചരിത്രത്തിലെ അനീതിയും നിഷ്ഠൂര കൊലപാതകങ്ങളും ചേർന്ന് ഭീകരതയുടെ മധ്യയാണ്.
അവ ദൈവത്തിൻ്റെ കോപം ജ്വലിപ്പിക്കുന്നു. പീഡന വിധേയരുടെ കോപത്തെയും അത് ഉണർത്തുന്നു. നീ ന്യായം വിധിക്കുകയും ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുകയും ചെയ്യുവാൻ ഇനി എത്രത്തോളം? 6-ാം അധ്യായത്തിൽ ഉള്ള ഒരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ കോപത്തെയും ക്രോധത്തെയും കുറിച്ച് കേൾക്കുന്നതിൽ വിഷമം തോന്നുന്നവർ, ഭീകരതയുടെ നൂറ്റാണ്ടുകളിൽ അടിമകളായി വിൽക്കപ്പെട്ടവർക്കും മന്ത്രവാദിനികൾ എന്നാരോപിച്ച് കൊല്ലപ്പെട്ടവർക്കും അവമാനുഷ്യരോ ഉപമാനുഷ്യരോ എന്നവണ്ണം പീഡിപ്പിക്കപ്പെട്ട മറ്റ് സാധാരണക്കാർക്കും കറുത്ത വർഗക്കാർക്കുമൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുകൂടി നമ്മൾ ചരിത്രത്തിൽ നോക്കണം. എത്രത്തോളം എന്നതാണ് ചോദ്യം. വിമോചനത്തിനും ജീവിതത്തിനും ഞങ്ങൾക്കുള്ള വാഗ്ദത്തം എവിടെയാണ് എന്ന് ചോദിക്കുന്ന അത്തരക്കാരുടെ നിലവിളി സ്വർഗത്തിലേക്ക് ഉയരുന്നു. അല്ല, പീഡിതരുടെ നിലവിളി സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്നതാണ് സാരം. 2 ദൂതന്മാരെ കൂടി യോഹന്നാൻ കാണുന്നു. മൂർച്ചയുള്ള അരിവാൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്നും ഒരുവൻ വരുന്നു. 2ാമൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. തീയുടെ മേൽ അധികാരമുള്ള 2ാമൻ. തീ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിൽ മുന്തിരിക്കുല ശേഖരിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് ആ ദൂതൻ വിളിച്ചു പറയുന്നു. അത് ശേഖരിച്ച് ദൈവകോപത്തിൻ്റെ വലിയ മുന്തിരിച്ചക്കിൽ എറിഞ്ഞു കളയുന്നു. ആദ്യത്തെ നോട്ടത്തിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ ഇത് ഇസ്രായേലിൻ്റെ ശത്രുക്കളുടെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെ അനുസ്മരിപ്പിക്കും. യെശയ്യാ പുസ്തകം 63:2 അങ്ങനെ തന്നെയാണ് പറയുക. യോവേൽ 2:32 പറയുന്നത് പോലെ തുടക്കത്തിൽ രക്തസാക്ഷികളെ കുഞ്ഞാടിനോടൊപ്പം സിയോൻ പർവ്വതത്തിൽ കണ്ടു. തുടർന്ന് യഹോശാഫാത്ത് യോവേൽ 3-ാം അധ്യായത്തിൽ താഴ്വരയിൽ ദേശങ്ങളുടെ മേൽ ദൈവം ന്യായവിധി നടത്തുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം അവർ ജനങ്ങളെ ചിതറിച്ച് ഭൂമിയെ കൈവശമാക്കി, കുഞ്ഞുങ്ങളെ അടിമകളാക്കി വിറ്റുകളഞ്ഞു. ഇപ്പോൾ ന്യായവിധിക്കുള്ള സമയം വന്നിരിക്കുന്നു. അരിവാൾ വയ്ക്കുക, മുന്തിരിച്ചക്ക് മെതിക്കുക. എന്നാൽ ആരുടെ രക്തമാണ് കുതിരയുടെ കടിഞ്ഞാണോളം ഉയരത്തിൽ 1600 ഫർലോങ്, സ്താദിയോൺ എന്നാണ് ഗ്രീക്ക് വാക്ക്, അത്രയും നീളത്തിൽ ഒഴുകുന്നു? അത് ഭൂമിയെ മൂടുന്ന ഒരു ചോരക്കടലാണ്. 4 പ്രാവശ്യം 4×100 മടങ്ങ് മുന്തിരിത്തോട്ടത്തിലെ ആദ്യ ഫലത്തെ സൂചിപ്പിച്ച് ഇത് വ്യക്തമാക്കുന്നു. ഇത് രക്തസാക്ഷികളുടെ രക്തമാണോ, അതോ ദൈവകോപത്തിൻ്റെ ചഷകം നിറയ്ക്കുന്നതും ബാബിലോണിന് കുടിക്കാൻ കൊടുക്കുന്നതുമായ രക്തമാണോ? പ്രതീകാത്മകമായിട്ടാണ് യോഹന്നാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ദൈവത്തിൻ്റെ കോപം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലേക്കാണ് പോകുന്നത് എന്ന യാഥാർത്ഥ്യം. ഇവിടെ അവരുടെ സഹഭൃത്യരുടെ സംഖ്യ തികയോളം വിശ്രമിക്കുകയും ക്ഷമിച്ച് കാത്തിരിക്കുകയും ചെയ്യണം എന്ന് യാഗപീഠത്തിന് കീഴുള്ള ആത്മാക്കളോട് പറഞ്ഞിരുന്നു. 5-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും ഉണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പറയുന്ന ദൂതൻ തന്നെയാണ് ഇപ്പോൾ ഒരരിവാളുമായി പ്രത്യക്ഷപ്പെടുന്നത്. അത് ഈ രക്തം രക്തസാക്ഷികളുടെയും അവരുടെ ശത്രുക്കളായ എല്ലാവരുടെയും കൂടിയുള്ള രക്തമാണ്. ദൈവരാജ്യ ആഗമനത്തിന് തടസ്സമായിരുന്ന ഭീകര സംഘടനകളുടെ എല്ലാ ഇരകളുടെയും രക്തമാണെന്ന് ഒരു പക്ഷെങ്കിൽ ചിന്തിക്കാം. മുന്തിരിച്ചക്ക് നഗരത്തിന് പുറത്താണ് മെതിക്കപ്പെടുന്നത്. ഭീകരവർഷമായി കരുതുന്ന AD 70 യെരുശലേമിന് ചുറ്റും ഒഴുകിയ രക്തവും
എരിവുകാരുടെയും അവരുടെ കാഠിന്യത്തിന് ഇരയായവരുടെയും രക്തവും റോമാക്കാരുടെയും അവരുടെ ഇരകളുടെയും രക്തവും യോഹന്നാന്റെ ചിന്തയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അന്ന് കുരിശിന് മരം കണ്ടെത്താൻ കഴിയാതെ വരുമാറ് യെരുശലേമിന് ചുറ്റും കുരിശുകളായിരുന്നു എന്ന് ജോസിഫസ് ചരിത്രകാരനായിരുന്നു, അദ്ദേഹം പറയുന്നു. ഇതുപോലുള്ള ഒരു കുരിശിൽ നഗരത്തിന് പുറത്ത് ഒഴുക്കിയ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചുള്ള ഓർമ്മ, ഈ ചോരക്കടലിൻ്റെ ചിന്ത യോഹന്നാനിൽ ഉണർത്തിയതായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുമുണ്ട്. താനും മുന്തിരിച്ചക്കിൽ എറിയപ്പെട്ടിരുന്നതിനാൽ മനുഷ്യപുത്രനല്ല അരിവാൾ വീശുന്നത്, ഇത് ഇങ്ങനൊരു അഭിപ്രായം വരുന്നതിൻ്റെ കാരണം യേശുവിനെ ഭരണാധിപനും കുഞ്ഞാടുമായി, വിധേയനും ജയാളിയുമായി, വിധിക്കപ്പെടുന്നവനും വിധികർത്താവുമായി അവതരിപ്പിക്കുന്ന യോഹന്നാൻ്റെ ആവിഷ്കാര ശൈലിയാണ്. എല്ലാ മനുഷ്യരുടെയും മരണമാണ് അവൻ മരിച്ചത്. നിഹതരായ എല്ലാവരുടെയും രക്തം അവൻ്റെ രക്തം പ്രതിനിധീകരിക്കുന്നു. അതേസമയം ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം രക്തം ചിന്തുന്ന മരണത്തിൻ്റെ ശക്തികളെ വെട്ടി അല്ലെങ്കിൽ അതിനെ വെളിവാക്കുകയും ന്യായം വിധിക്കുകയും ചെയ്യുന്നതുമാണ് അവൻ്റെ മരണം. ഈ വേദഭാഗം നമുക്ക് നൽകുന്നത് ദൈവത്തോട് കൂടെ ചരിക്കുന്നതിനും നിൽക്കുന്നതിനും ഭൂമിയിൽ നിന്ന് ഒരു വലിയ കൊയ്ത്ത് നടത്തുന്നു. ആദ്യ ഫലമാണ് ആ കൊയ്ത്ത് ദൈവകോപത്തിൻ്റെ കൊയ്ത്താണ്. അതിൻ്റെ അനന്തരഫലം വളരെ ഭവിഷ്യത്തുളവാക്കുന്നു. അതുകൊണ്ട് ദൈവകോപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ, ദൈവത്തോടൊപ്പം നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വമേറിയ വചനം ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം. പുതിയ ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ കർത്താവേ, അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ ഞങ്ങളെ ഒരുക്കിയല്ലോ. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള കരുത്തും ഊർജവും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ. കുറവുകളും കുറ്റങ്ങളും അവിശ്വാസങ്ങളും എല്ലാം ഞങ്ങളോട് പൊറുക്കണമേ. ഇന്ന് അടിയങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലും ഞങ്ങളുടെ ഇതര ജോലി വേലകളിലും ഉത്തരവാദിത്ത നിർവഹണങ്ങളിലും യാത്രകളിലും മറ്റുള്ളവരുമായി നടത്തുന്ന ഇടപെടലുകളിലുമൊക്കെ വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തത പുലർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. വാക്കിലും പ്രവൃത്തിയിലും കർത്താവേ, ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരുവാനും ജീവിപ്പാനും സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ, ജീവിതത്തിൻ്റെ നല്ല ഓർമ്മകളെ പങ്കുവയ്ക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മധുരതരമായ പുതിയ അനുഭവങ്ങളിലേക്ക് വഴി നടത്തണമേ. ദുഃഖത്തോടും പ്രയാസത്തോടും കൂടി ആയിരിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയും ധൈര്യവും നൽകണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.